ാണ് ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ചർച്ചാ വിഷയം കൃഷ്ണകുമാരൻ ഫാമിലി ആണല്ലോ അല്ലേ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അലിഗേഷൻസും വീഡിയോസും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൻവി സുധീർ ഘോഷ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് പറയുന്നത് എന്തുകൊണ്ട് പുള്ളിക്കാരത്തി അവിടുത്തെ കനേഡിയൻ ലൈഫൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു, അമ്മമ്മേൻ്റെ അടുത്ത് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. തൻ്റെ ചെറുപ്പകാലത്ത് മുഴുവനും അമ്മമ്മയും അപ്പൂപ്പയാണ് തൻവീനെ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ട്. തൻവീൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ സിമി, നമ്മുടെ അഹാനന്റെ സ്വന്തം ചിന്നമ്മ, തൻവി ബാംഗ്ലൂരിൽ നിൽക്കാൻ പോയ സമയത്ത് ആരെങ്കിലും എൻ്റെ മകളാണോ, നീ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ മകളാണ് എന്ന് പറയരുത്, എൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ് എന്ന് പറയണം എന്ന് പറഞ്ഞ ഒരമ്മയാണ് ചിന്നമ്മ. അപ്പോൾ അതുകൊണ്ട് തൻവിക്ക് അവരോട് വലിയ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലതാൻ. അപ്പോൾ തൻവീൻ്റെ എല്ലാ ചൈൽഡ്ഹുഡും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അമ്മമ്മേൻ്റെ അപ്പൂപ്പൻ്റെയും കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആൾ കുറച്ചും കൂടെ കണക്റ്റഡ് ആണ് അവരുമായിട്ട്. അപ്പോൾ അപ്പൂപ്പൻ്റെ മരണശേഷം അമ്മമ്മ ഒറ്റയ്ക്കായി. ബിക്കോസ് അഹാന പറഞ്ഞു, അഹാനൻ്റെ വീഡിയോ തന്നെ, ഒരു ഒക്ടോബർ 21 മുതൽ ഇവർ തീരെ കണക്ഷനില്ല, ഇവർ നല്ല അടിയായി എന്നുള്ളത്. അപ്പോൾ അമ്മമ്മ ഒറ്റയ്ക്കായപ്പോഴത്തേ അമ്മമ്മ തൻവീനെ വിളിച്ച് നാട്ടിലേക്ക് വരുത്തി. ഇതായിരുന്നു സത്യാവസ്ഥ. ഇതാണ് തൻവി തൻ്റെ വീഡിയോയിലൂടെ പറയാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ കൈവിട്ട് പോയൊരവസ്ഥയിലാണുള്ളത്. ഈ ഒരു 30 മിനിറ്റിന്റെ അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ വീഡിയോ കൊണ്ട് നമുക്ക് എല്ലാത്തിനും തനി കോണം മനസ്സിലാക്കാൻ പറ്റി. അഹാനിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓഹോ, അഹാൻ എന്ത് ജെന്യുइन ആയിട്ടുള്ള പേഴ്സണാ, എന്ത് കറക്റ്റായിട്ട് അവൾ ഓരോ കാര്യങ്ങൾ പറയുന്നേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. സത്യം ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ട്, എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു, ഐ ട്രസ്റ്റ് അഹാന. എനിക്ക് തോന്നുന്നു ജെന്യുइन ആയിട്ടുള്ള അഹാന കൃഷ്ണകുമാർ ഫാമിലി ആണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തൻവിയുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്കതൊരു ഷോക്കായിരുന്നു. കാരണം അഹാനെ പോലത്തെ ഒരാളെ ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റി പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു. നല്ല തെറിയല്ലേ വിളിച്ചിട്ടുള്ളത്. കാണാത്തൊരു കണ്ടിട്ട് വരൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു. ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മേന് പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ കണ്ടില്ലേ, അഹാന കൃഷ്ണകുമാർ സ്വന്തം അമ്മൂമ്മയെ പറഞ്ഞ വാക്കുകളാണിത്. എന്താണ് കാരണം നമുക്കറിയില്ല. ഇങ്ങനെ അഹാന പറയണമെങ്കിൽ ഇതിന് പുറകിൽ വേറെന്തെങ്കിലും കാരണം കൂടെ ഉണ്ടായിരിക്കും, അത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഇന്നലത്തെ അഹാനന്റെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അഹാന. ഇന്നലത്തെ അഹാനന്റെ വീഡിയോയിൽ ഫുള്ളും അഹാന തന്റെ ഫാമിലിനെ വെള്ളപൂശിക്കൊണ്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ചിന്നമ്മേനെയും. അപ്പൊ അവിടെ തൻവിക്കെതിരെ ഫുൾ സംസാരിച്ചു. അതുകൊണ്ടാണ് തൻവി ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തൻവി അമ്മമ്മേന്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടി അത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് അമ്മമ്മ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മേന്റെ കോൾ റെക്കോർഡിങ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അമ്മമ്മ ആരെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ഈ അമ്മയും അമ്മും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു, അവരെന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കോൾ റെക്കോർഡിംഗ് ആയിരുന്നു എന്നുള്ളത്. അതുപോലെ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് വരെ എടുത്തിട്ട് പോയി എന്നാണ് കേട്ടോ ഈ അമ്മമ്മ പറയുന്നത്. ഇത്രയൊക്കെ ഒരാൾക്ക് ഇത്രയും ക്രൂവൽ ആവാൻ പറ്റുമോ? സ്വന്തം അമ്മ തന്നെയല്ലത് സിന്ധുകൃഷ്ണയും അഹാനയോടും മാത്രമാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. വേറെ ഹൻസി, യുദിയ, ഇഷാനി ഇവരായിട്ടൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അഹാന, സിന്ധുകൃഷ്ണ, ഈ അമ്മമ്മ, ഇവർ 3 പേരിലാണ് പ്രശ്നങ്ങളുള്ളത്. പിന്നെ ഒരു ഹോം നേഴ്സ് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഹോം നേഴ്സിന്റെ അടുത്ത് പറയുന്നു, അമ്മമ്മ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കരുത്, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ. അമ്മമ്മ എന്നൊന്നും പറയുന്നില്ല, ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേൾക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഇപ്പോൾ ഹോം നേഴ്സിനെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചു വിട്ടാൽ പറയും, അഹാന പറഞ്ഞു പോലും, ഈ ഫ്രൂട്ട്സ് കറക്റ്റ് അമ്മമ്മേന്റെ കൊടുക്കരുത്, അപ്പൂപ്പന് തന്നെ കൊടുക്കണം, അമ്മമ്മയുടെ അടുത്ത് ഒരെണ്ണം പോലും എടുക്കരുത് എന്ന് പറയണമെന്ന് എടുത്തു പറഞ്ഞു എന്നാണ് അലൻ എന്ന ഹോം നേഴ്സിനോട് പറഞ്ഞു എന്നാണ് കേട്ടോ ഇവിടെ അമ്മമ്മ പറയുന്നത്. എന്തായാലും ഇത് ഈ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ വീട്ടിൽ വെച്ച് ഒതുക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ അവരിത് പബ്ലിക്കായിട്ടിട്ട് 2 കൂട്ടർ അറിയേണ്ട സാധനം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. എനിക്കൊന്ന് അഹാനന്റെ ആ വീഡിയോ 1.5 മില്യൺ വ്യൂസ് എങ്ങനെ ആയിട്ടുണ്ട്. അത്രയും ആൾക്കാർ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് എങ്ങനെ പറ്റും? നമുക്ക് കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റുമോ? പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ
ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. എന്റെ കല്യാണത്തിന് പോലും ആ നാറി സീമയെ ഞാൻ വിളിക്കില്ല എന്നാണ് നമ്മുടെ അഹാന പറഞ്ഞത് കേട്ടോ പണ്ട്. പക്ഷെ ഇപ്പൊ അവര് ചിന്നമ്മയും കുട്ടിയും ഭയങ്കര കണക്ഷനായി. എടാ ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? ഒന്നല്ലെങ്കിൽ തന്വി പറയുമ്പോൾ എനിക്ക് തന്നിയോട് ഇപ്പൊ കുറച്ച് സഹതാപം തോന്നിപ്പോന്നു. കാരണം അവളുടെ ചൈൽഡ്ഹുഡൊക്കെ അത്രയ്ക്കും ട്രോമറ്റൈസ്ഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു തൻവി. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് ജെന്യുവിനിറ്റി തോന്നുന്നത് ഹനയ കൃഷ്ണകുമാറിന്റെ അടുത്താന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് അത് ഇങ്ങനെയുണ്ടോ ആൾക്കാരോ? അപ്പൂപ്പനെ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൂപ്പനോട്. പക്ഷെ അമ്മമ്മയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് മുതലേ. അതുകൊണ്ടാണല്ലോ ഭക്ഷണ സാധനങ്ങൾ പോലും അമ്മമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെ തോന്നും? മനുഷ്യന് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റ് ഉണ്ടാവണ്ടേ? ഇല്ലേ, കുറച്ചെങ്കിലും ഒരു മനുഷ്യപ്പറ്റ് തീരെയില്ല. കാരണം ശരിക്കും അഹാനയൊക്കെ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അത് തൻവി ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും തൻവി ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? ഇവൻ ഞാൻ ഫുള്ളും കണ്ടു. അപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോയിൽ താഴെ കമന്റ് വന്നത് ശ്രദ്ധിക്കുന്നത്, ഡിലീറ്റ് ആയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പോയി എടുത്ത് നോക്കി, അപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും 5 6 അറിയേണ്ട സാധനങ്ങൾ ഇപ്പൊ നാട് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. നല്ല വിലയും പോയിട്ടുണ്ട്. ചീട്ടുകൊട്ടാരം പോലെയാണ് അവരുടെ കുടുംബത്തിന്റെ വില ഇപ്പൊ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 10 പേര് അറിഞ്ഞ് തീരേണ്ട സാധനം ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോ എന്താ പറയാ, ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിലിപ്പോ ആരുടെ ഭാഗത്താണ് ശരി എന്ന് എനിക്കറിയില്ല. അഹാൻ എന്തുകൊണ്ടാണ് അമ്മമ്മയെ അങ്ങനെ പറഞ്ഞതിനുള്ള കാരണവും നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുമോന്നും എനിക്കറിയത്തില്ല. കാരണം വീഡിയോ ഡിലീറ്റ് ആയിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ ഓക്കെ, ബൈ.